ഫസ്റ്റ് നമുക്ക് മിഷ്യത്തിൽ ഓയിൽ എങ്ങനെ കൊടുക്കുന്നു നോക്കിയാലോ. ഓയിൽ എന്ന് ഇട്ടിട്ട് നമുക്ക് ആരോ മാർക്ക് ഇട്ടിട്ടുണ്ട് ഓരോ പോയിന്റിലും. ഓയിൽ എന്നുണ്ടാകും ചില മിഷ്യയിലുണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ആ കാണുന്ന ഓരോ ഹോളിലും ഓരോ തുള്ളി ഓയിൽ ഇട്ടെടുക്കാം. ഈ പോയിന്റിലും കൊടുത്തോട്ടോ. ഇനി ഇത് നമ്മുടെ സ്റ്റിച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്, സ്റ്റിച്ച് റെഗുലേറ്റർ എന്നൊക്കെ പറയും. ഇപ്പോൾ സ്റ്റിച്ചിൻ്റെ നീളം കൂട്ടോ കുറയ്ക്കുക ചെയ്യുന്നുണ്ട്. ഇത് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒത്തിരി നീണ്ട കാണി കിട്ടും. അതിൽ ഈ മിഡിലായിട്ട് നിന്നാലാണ് കറക്റ്റ് സ്റ്റിച്ചുകൾ. ഏറ്റവും താഴേക്ക് പോയി കഴിഞ്ഞാൽ റിവേഴ്സായിട്ട് വരും കേട്ടോ. അപ്പോൾ നമ്മൾ മിഡിൽ നിൽക്കുക. ആ പോയിന്റിൽ നമ്മളൊരു തുള്ളി ഓയിലിട്ട് കൊടുക്കുക. ഇത് ബോബിൻ വൈൻഡർ കേട്ടോ. ഇതോടെ നമ്മൾ ബോബിൻ ചുറ്റണം. അപ്പോൾ ഒരു സ്ക്രൂ ഉണ്ട്, ആ സ്ക്രൂവിൽ നമ്മളൊരു തുള്ളി ഓയിലിട്ട് കൊടുക്കുക. ഇനി ടെൻഷൻ കാണുന്നുണ്ടോ? ഈ ടെൻഷൻ ഇതിൻ്റെ തുള്ളി ഉള്ളിൽ നമ്മൾ ഒരു തുള്ളി ഓയിലും ഇട്ടെടുക്കുക കേട്ടോ, ത്രെഡ് പാസിങ്ങിന് വേണ്ടിയിട്ട്. ഇനി വേണ്ടത് നീഡിൽ പ്ലേറ്റ്. ഈ പ്ലേറ്റ് ഉണ്ടോ, അവിടെ ഒരു ഹോളുണ്ട്, അവിടെയും നമ്മൾ ഓയിലിട്ട് കൊടുക്കാം. ഇത് പ്രഷർ ബാറാണ്. ഈ ബാക്കി കാണുന്നത് ബാറാണ് കണ്ടോ. ഈ ബാറ് പൊക്കോ താഴ്ച ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഈ ടീത്ത് കണ്ടോ, നീഡിൽ ഹോൾ എന്ന് പറയും, അവിടെ നമ്മളൊരു തുള്ളി ഓയിലിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ മുകളിലെ പാർട്സ് നമ്മൾ ഓയിലിട്ട് കഴിഞ്ഞതിന് ശേഷം ഈ ബെൽറ്റ് കണ്ടോ, ഈ വലിയ വീല് കണ്ടോ, ഈ വലിയ വീല് ഈ വീലിലേക്ക് നമ്മൾ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ പടി ചവിട്ടി വിടുമ്പോഴാണ് മിഷ്യൻ കറങ്ങി വരുന്നത് ഈ ജോയിൻറ്റ്. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ഇത് മിഷ്യത്തിൻ്റെ അകത്ത് നമ്മൾ ഓയിൽ കൊടുക്കണേ. അതിന് വേണ്ടി എന്ത് ചെയ്യണം നോക്കിക്കേ, കാണാമോ? ഈ ബെൽറ്റ് ഇത് ലെതറിൻ്റെ ബെൽറ്റാണ്. അത് വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ബെൽറ്റാണ്. നമുക്കിപ്പോൾ ചേഞ്ച് ചെയ്തിടുകയും ചെയ്യാം. ഈ ബെൽറ്റിന് നമ്മളത് ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് തള്ളിയാൽ മതി കണ്ടോ. അപ്പം നമ്മുടെ ആ വലിയ വീലിൽ നിന്ന് ബെൽറ്റ് വിട്ട് പോന്നു ശേഷം നമ്മൾ എന്ത് ചെയ്യാം, ഇതിനെ ഒന്ന് ചെരിച്ച് വയ്ക്കണം കണ്ടോ. ഒന്ന് ചെരിച്ച് വച്ചതിന് ശേഷം ഇതിനകത്ത് ഓരോ ജോയിൻറ്റുകളുണ്ട്. ഈ കാണുന്ന ജോയിൻറ്റ് കൂടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഈ കാണുന്ന സ്ക്രൂ ഒക്കെ ഉണ്ടോ, അപ്പോൾ ഈ പോയിൻറ്റിൽ കൂടെയൊക്കെ നമ്മൾ ഓരോ തുള്ളി ഓയിലിട്ട് കൊടുക്കുക. ഇത് എല്ലാ ദിവസവും വേണ്ട കേട്ടോ. ഇതൊരു മാസത്തിലൊരിക്കലൊക്കെ നമ്മളിങ്ങനെ ചെയ്താൽ മതി. മറ്റേ ടെസ്റ്റ് എല്ലാ ദിവസവും സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഓരോ തുള്ളി ഓയിലിട്ട് കൊടുക്കണം കേട്ടോ. ഇത് ഫേസ് പ്ലേറ്റ് എന്ന് പറയുന്നുണ്ടോ. ഈ പ്ലേറ്റ് ഇങ്ങനെ നീക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ ഫേസ് പ്ലേറ്റ് നമ്മളിങ്ങനെ നീക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ കേസ് ബോബിൻ അറ്റാച്ച് ചെയ്യുന്ന ഭാഗം കേസ് നോക്കിക്കേ. നമ്മൾ ഓയിലെല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്യാം. എല്ലാ ഭാഗവും ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് തുടങ്ങാവുള്ളൂ കേട്ടോ. ഈ ഫേസ് പ്ലേറ്റ് നമ്മളിങ്ങോട്ട് അടിച്ചാൽ മതി. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്ത് മാസത്തിലൊരിക്കൽ ചെയ്താൽ മതി കേട്ടോ. ഈ ബെൽറ്റ് അഴിച്ച് നമ്മൾ അകത്ത് ഇട്ട് കൊടുക്കുന്ന മാസത്തിലൊരിക്കൽ ചെയ്താൽ മതി. ദിവസവും സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ ഈ മുകൾ പാർട്ടിൽ ഓരോ തുള്ളി ഓയിലിട്ട് കൊടുക്കണം കേട്ടോ. ആഴ്ചയിലൊരിക്കൽ നമ്മൾ മെഷീനൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ 2 തുള്ളി നമ്മൾ എപ്പോഴാണോ എടുക്കുന്നത് അപ്പോൾ നമുക്ക് ഈ 2 തുള്ളി ഓയിലിട്ട് കൊടുക്കണേ. ഈ ലെതർ ബെൽറ്റ് നമുക്ക് ഈ മിഷ്യത്തിലേക്ക് എങ്ങനെ കണക്ട് ചെയ്യണമെന്ന് നോക്കിയാലോ. ഈ വലിയ വീല് കാണുന്നുണ്ടോ, ഈ വീലും തമ്മിൽ എങ്ങനെ കണക്ട് ചെയ്ത് നോക്കിയാലോ. ഇവിടെ കണ്ടോ ചാല് കണ്ടോ, ഇവിടെ ഒരു ചാല് കാണുന്നുണ്ടോ, അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യാം, ഇതിനിങ്ങനെ കയറ്റി വയ്ക്കാം. ഓക്കെ, ഇങ്ങനെ വച്ചതിന് ശേഷം താഴെ ഇങ്ങനെ കണ്ടോ, ഈ വലിയ വീലിൻ്റെ ഉള്ളിലും ഒരു ചാലുണ്ട്. അപ്പോൾ ചാലിൻ്റെ ഉള്ളിലൂടെ നമ്മളതെങ്ങനെ ഇവിടെ കൈ സപ്പോർട്ട് ചെയ്തതിന് ശേഷം മുകളിൽ നമ്മൾ ഇട്ടതിന് ശേഷം മാത്രമേ താഴേക്ക് നമ്മളിങ്ങനെ പിടിക്കാവൂ. ഇങ്ങനെ പിടിച്ചതിന് ഈ കൈ കൊണ്ട് ഇവിടെ സപ്പോർട്ട് ചെയ്ത് പിടിച്ചിട്ട് ഈ കൈ നമുക്ക് എന്ത് ചെയ്തിട്ട് താഴെ ഇങ്ങനെ പിടിക്കണം കണ്ടോ. ഇങ്ങനെ പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യിപ്പിക്കുക കണ്ടോ, അതതിൻ്റെ ഉള്ളിൽ കയറി. ജസ്റ്റ് ഒന്നും കൂടി കാണിച്ചു തരാം. നമ്മൾ ഈ ബെൽറ്റ് എങ്ങനെ റിമൂവ് ചെയ്യണേ, ഈ പോയിന്റിൽ പിടിച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ തള്ളിയാൽ മതി കണ്ടോ, വിട്ടു പോയിരുന്നില്ലെന്നൊക്കെ. ഓക്കെ, ഇത് എപ്പോഴും ചെയ്യേണ്ട മാസത്തിലേക്ക് നമ്മൾ ഇതിൻ്റെ അകത്ത് ഓയിലിട്ട് കൊടുക്കാൻ മാത്രമേ നമ്മൾ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഈ ബെൽറ്റ് ഈ പോയിന്റിൽ ഇട്ടതിന് ശേഷം കാണാമോ, ഇവിടെ കാണുന്ന വെട്ടില്ലേ, അവിടെ ഇങ്ങനെ ഇട്ടതിന് ശേഷം നമ്മുടെ വലിയ വീലിലേക്ക് വെച്ചിട്ട് അവിടെ ഒരു ചാലുണ്ട്, ആ ചാലിൻ്റെ താഴേക്ക് കണ്ടോ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യിപ്പിച്ചാൽ മതി, കയറിക്കോളൂ കേട്ടോ. ഓക്കെ, പ്ലഗ് കണ്ടോ
കറക്റ്റായിട്ട് വന്നില്ല എന്നൊക്കെ. ഇനി മെഷീൻ എങ്ങനെ നമ്മൾ മൂവ് ചെയ്യിപ്പിക്കണം നോക്കിയാലോ. ഇപ്പോൾ ബെൽറ്റ് നമ്മൾ എങ്ങനെ ഫിറ്റ് ചെയ്യണമെന്ന് പഠിച്ചു അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ നമ്മൾ ഈ പടി കണ്ടോ, ഇതിന് പെഡൽ എന്ന് പറയും കേട്ടോ. താഴെ കാണുന്നത് പെഡൽ എന്ന് പറയും. അതിൽ നമ്മൾ 2 കാല് ഇങ്ങനെ ചവിട്ടി വയ്ക്കുക. സെൻറ്റർ മിഡിലായിട്ട് കയറ്റി വയ്ക്കണം കേട്ടോ. ഓക്കെ, മിഡിലായിട്ട് വച്ചതിന് ശേഷം ഈ വീല് കണ്ടോ, ഈ സ്പീഡ് വീലിൽ നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ കറക്കി ഇങ്ങനെ വിടണം കണ്ടോ. ഒരു കാരണവശാലും ബാക്കിലേക്ക് കറങ്ങരുത്, ഫ്രണ്ടിലേക്ക് മാത്രമേ കറങ്ങാവൂ. ഓക്കെ കണ്ടോ, ഇങ്ങനെ കറങ്ങുമ്പോൾ നമ്മുടെ ഈ പെടല് പതിയെ ചലിച്ചു വരും. ആ സമയത്ത് വേണം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടോ, അങ്ങോട്ട് വച്ചിട്ട് ഇങ്ങോട്ട് വേണ്ട, ഇങ്ങനെ മൂവ് ചെയ്യിപ്പിക്കാവുള്ളൂ കേട്ടോ. കാലിങ്ങനെ കയറ്റി വെച്ചിട്ട് 2 കാലും ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് നിർത്തണം. വീണ്ടും റൗണ്ട് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ പെടൽ അനങ്ങി വരും. പെടൽ അനങ്ങാതെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ചവിട്ടി ക്ലിയർ ആവില്ല കേട്ടോ. വെറുതെ ഇങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്യിപ്പിക്കുക, ചവിട്ടി വിടുക കേട്ടോ. ഇങ്ങനെയാണ് മെഷീൻ ചവിട്ടി പഠിക്കുന്നത്. ഇങ്ങനെ നിങ്ങൾ ചവിട്ടി ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ മെഷീനെ കുറിച്ച് അറിയില്ലാത്തവർ ആദ്യം ഇതൊക്കെ ഒന്ന് നന്നായി ഫോക്കസ് ചെയ്യുക. ഇത് ശരിക്കും പഠിച്ചതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം കേട്ടോ. ഓക്കെ, ഇനി വേണ്ടതാണ് നമുക്ക് കേസ്. ഇത് താഴെ ഈ ഫേസ് പ്ലേറ്റ് ഇങ്ങനെ നീക്കം ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് നീക്കിയാൽ മതി കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യാം, ഇതുണ്ട കേസ് ബോബിൻ. ഇത് നമുക്ക് താഴെ നൂല് കയറി വരാൻ, താഴേന്ന് നൂല് വേണം, മുകളിൽ നിന്ന് നൂല് വേണം. അപ്പോഴാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ താഴത്തെ കേസ് ഇത്. ഈ കേസിൽ നമ്മൾ ഈ ബോബിൻ ചുറ്റിയിട്ട് ബോബിനിൽ നൂല് ചുറ്റിയതിന് ശേഷം വേണം നമ്മൾ ഇതിൽ ഫിറ്റ് ചെയ്യാനായിട്ട്. കാണിച്ചു തരാം കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നൂല് എങ്ങനെ കോർക്കാമെന്ന് നോക്കാം. മുകളിലെ നൂല് എങ്ങനെ കോർക്കാമെന്ന് നോക്കിയാലോ. ഈ ത്രെഡ് വാങ്ങിക്കുമ്പോൾ വർദ്ധമാൻ വാങ്ങിച്ചോട്ടോ. ഏറ്റവും നല്ല ത്രെഡ് വർദ്ധമാനാണ് കണ്ടോ. വർദ്ധമാൻ കമ്പനി ആയിരിക്കും നല്ലത്. ഇപ്പോൾ ഈ പോയിന്റിൽ ഇവിടെ ഹൈറ്റ് കൂടുതലും ഇവിടെ ഹൈറ്റ് കുറവോ ചില നൂലിനായിട്ട് അങ്ങനെ കാണുള്ളൂ. അപ്പോൾ ഈ ഹൈറ്റ് കൂടി നമ്മളെപ്പോഴും ചെയ്യണേ മുകളിലേക്ക് വയ്ക്കണം. ഈ ഹൈറ്റ് കൂടിയത് മുകളിലേക്ക്. ഇതിൽ പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, വീഡിയോയിൽ പറയുന്നുണ്ട്, സ്പൂൾ പിന്നാണിത്. ഇത് ഹൈറ്റ് കൂടി നമ്മൾ മുകളിലേക്ക് വെക്കണം, അല്ലെങ്കിൽ നൂല് കാലെ ചുറ്റും കേട്ടോ. ഇതിൽ വച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ കാണുന്നുണ്ടോ ഒരു ചാല് കാണുന്നുണ്ടോ കണ്ടോ. ഇതിൽ ചുറ്റിയതിന് ശേഷം നമ്മുടെ ഈ ടെൻഷൻ എന്ന് പറയും കണ്ടോ. എവിടെ നിന്ന് എടുക്കണം, ഇങ്ങനെ ഇത് ഇവിടെ ഇട്ട് ഇങ്ങനെ തയ്ക്കാൻ നേരത്തെ ഇത്രയും ഇങ്ങനെ എടുക്കരുത് കേട്ടോ. ഇത്ര ഡിസ്റ്റൻസ് വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ സ്പൂൾ പിന്നിലിട്ട് ഈ ചാലിലൂടെ ഇട്ട് അതിന് ശേഷം നമ്മുടെ ടെൻഷൻ്റെ ബാക്കിലൂടെ കണ്ടോ, ബാക്കിലൂടെ ഇട്ടതിന് ശേഷം ഇവിടെ ഒരു കാല് കാണുന്നുണ്ടോ, അതിലൂടെ നമ്മളത് ഇങ്ങനെ വലിച്ചു വെക്കുക. ഓക്കെ ആണോ കണ്ടോ. ഇനി വേണ്ടത് നമ്മൾ ഈ വീലനക്ക് കണ്ടോ, വീല് പൊക്കോ താഴ്ത്ത ടേക്കപ്പ് ലിവർ എന്ന് പറയും കേട്ടോ ഇതിന്. അത് നമുക്ക് എന്ത് എല്ലാം ബാക്കിന്ന് ഇങ്ങോട്ട് കൊടുക്കണം കേട്ടോ. ഉണ്ടോ ആ പോയി അവിടെ നിന്ന് ഫ്രണ്ടിലേക്ക് ഈ ഹോളിലൂടെ. അത് ഇത് പൊക്കി നിർത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, വീല് മൂവിപ്പിക്കണം. അപ്പോഴാണ് അതങ്ങ് പൊങ്ങി നിൽക്കുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ താണ് കിടക്കുമ്പോൾ നമുക്ക് ചുറ്റിയെടുക്കാൻ പാടാം കേട്ടോ. പിന്നെ പൊക്കി വയ്ക്കുക. എടുത്തതിന് ശേഷം ഇവിടെ കാണുന്നുണ്ടോ ഒരു ഹോൾസ് ഉണ്ട്, അതിന് ഇവിടെ ഒരു സ്പേസ് ഉണ്ടാവും കേട്ടോ. അത് ത്രെഡിനെ നമ്മളിങ്ങനെ പിടിക്കുക, എന്നിട്ട് ജസ്റ്റ് സൈഡിലേക്ക് പിടിച്ച. ഓക്കെ കണ്ടോ. അപ്പം മുകളിൽ നിന്ന് നൂല് കുറക്കുന്ന വിധം ഇങ്ങനെ കണ്ടോ. ഇവിടെ ഈ ത്രെഡ് നമ്മൾ ഇട്ടതിന് ശേഷം ഇവിടെ ടൈറ്റ് ഉണ്ടാവും ചില പുതിയ മെഷീൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് ജസ്റ്റ് നമുക്കൊന്ന് കണ്ടോ ഇനി ഒന്ന് പ്രസ് ചെയ്ത് ലൂസാക്കി കൊടുക്കുക. എന്തിനാ, ഈ ടെൻഷൻ കണ്ടോ, ഈ ടെൻഷൻ നമ്മളൊന്ന് ലൂസാക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഇതിനെ ഒന്ന് എടുത്തതിന് ശേഷം കണ്ടോ ഒന്ന് പുറത്തേക്ക് എടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് തന്നെ വച്ചൊന്ന് റിലാക്സ് ആക്കി. ഓക്കെ കണ്ടോ, ഇപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വരുന്നുണ്ടോ. മറ്റേ ഭയങ്കര ടൈറ്റായിരുന്നു. ഓക്കെ, ഇതിന് പറയുന്നതാണ് ടെൻഷൻ. ഇനിയാണ് കണ്ടോ, ഇത് വീലിങ്ങനെ ചലിപ്പിക്കുമ്പോഴാണ് ഇത് ഓരോന്നും ചലിക്കുകയുള്ളൂ. അപ്പോൾ ഇത് കണ്ട നീഡിൽ ക്ലാമ്പ് എന്ന് പറയും ഈ നിൽക്കുന്നത്. ഈ സൂചി നമ്മൾ വയ്ക്കുന്ന ഭാഗത്ത് നീഡിൽ ക്ലാമ്പുണ്ടോ, സൂചി വരുന്നു പോകുന്നതാണ്. ഈ സ്ക്രൂ നമ്മൾ ഊരിയതിന് ശേഷമാണ് ഇവിടെ നീഡിൽ ഫിറ്റ് ചെയ്യുന്നത്. അതേ കാണിച്ചു തരട്ടെ.
എങ്ങനെ സൂചി ഫിറ്റ് ചെയ്യാന്ന് നോക്കിയാലോ, ഈ നീഡിൽ എങ്ങനെ ഇതിലേക്ക് ഫിറ്റ് ചെയ്യാന്ന് നോക്കിയാലോ. ഇതിന് നീഡിൽ ക്ലാമ്പ് ഉണ്ടോ, ഈ നീഡിൽ ക്ലാമ്പ് സ്ക്രൂ, ഇത് നീഡില്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഈ സ്ക്രൂവിൽ നമ്മുടെ സ്ക്രൂ ഡ്രൈവർ കണ്ടോ, മെഷീൻ വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ സ്ക്രൂ ഡ്രൈവർ ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഒരു വെട്ട് കാണുന്നുണ്ടോ, ആ വെട്ടിൽ നമ്മളത് ഇങ്ങനെ വെച്ചതിന് ശേഷം ഇങ്ങോട്ട് തിരിക്കുക, ഏതാ നമ്മുടെ സൈഡിലേക്ക്. ഓക്കെ, അപ്പോൾ ഉണ്ടോ ഇത് നമുക്ക് നീഡിലിനെ ഊരാൻ പറ്റും. കണ്ടോ, ഇങ്ങനെ ഇളക്കി മാറ്റിയെടുക്കാൻ പറ്റും. ഇവിടെ ഒരു നീഡിൽ ഹോൾ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ നീഡിൽ ഹോൾ ബേസ് ചെയ്ത്, ഈ നീഡിൽ ഹോൾ ഉണ്ട് ഇവിടെ, അതിനെ ബേസ് ചെയ്ത് നമുക്ക് ഇങ്ങനെ എടുക്കാം. കണ്ടോ, അപ്പോൾ എല്ലാ മെഷീനത്തിനും നീഡിൽ വ്യത്യാസമുണ്ട് കേട്ടോ. ഈ മെഷീൻ ഏതാ, നമ്മുടെ സിംഗിൾ മെഷീനത്തിന് നോക്കിക്കോ, ഒരു സൈഡ് പരന്നതും ഒരു സൈഡ് ഉരുണ്ടതുമായ നീഡിലാണ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നത്. അത് മറക്കരുത് കേട്ടോ. ഇതിൽ മൊത്തം ഇങ്ങനെ ഈ ഒരു സൈഡ് ഉരുണ്ടിരിക്കുന്നുണ്ടോ, ഇതിൽ മൊത്തം ഇങ്ങനെ ഉരുണ്ടതാണെങ്കിൽ നമുക്ക് ഡബിൾ മെഷീനത്തിനെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇത് സിംഗിൾ മെഷീനത്തിന് ഒരു സൈഡ് പരന്ന സൂചിയായിരിക്കും. എന്നിട്ട് നമ്മൾ എങ്ങനെ ഫിറ്റ് ചെയ്യണമെന്ന് നോക്കിക്കേ, ഈ നീഡിൽ ഇത് ബാറൊന്ന് താഴ്ത്തി വെച്ചേക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് സ്പേസ് കിട്ടും. ബാറിങ്ങനെ പൊങ്ങി നിന്നാൽ നമുക്ക് കുത്തട്ടില്ല. ഇവിടെ ഈ പരന്ന വശം ഇങ്ങോട്ട്, ഏതാ നമ്മുടെ റൈറ്റ് സൈഡിലേക്ക് അങ്ങനെ നിൽക്കത്തക്ക വിധം നീഡിൽ ഹോളിൽ ഇത് ഇങ്ങനെ കയറ്റിയിട്ട് ഡയറക്റ്റ് ഇതിൻ്റെ മുകളിലേക്ക് വേണ്ട. ഈ നീഡിൽ വയ്ക്കും പ്രത്യേകം സ്പേസൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ഈ സ്ക്രൂ ഒന്ന് ലൂസാക്കുമ്പോൾ മാത്രം കിട്ടുന്ന സ്പേസാണ് നീഡിൽ വയ്ക്കുമ്പോൾ കിട്ടുന്നത്, നീഡിൽ വയ്ക്കാൻ വേണ്ടി കിട്ടുന്നത് കേട്ടോ. കണ്ടോ, മനസ്സിലാവുണ്ടോ? ഇവിടെ കൈ നമ്മളിങ്ങനെ ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത് സ്ക്രൂ ലൂസാക്കി കഴിയുമ്പോൾ കിട്ടും ആ സ്പേസ്. അപ്പോൾ ഈ പരന്ന വശം നമുക്ക് എന്ത് ചെയ്യാം, ഈ നീഡിൽ ഹോളിൽ സൂചി ഇറക്കി വെച്ചതിന് ശേഷം ഇത് ക്ലാമ്പ് ഇറങ്ങിയല്ലേ നിൽക്കുന്നത്. അപ്പോൾ ഈ വീലൊന്ന് പൊക്കി കണ്ട അതിനെ ഉയർത്തി വയ്ക്കാം നമുക്ക്. എന്നിട്ട് ഈ ഇത് വിട്ടു പോകുന്ന പേടിക്കൊന്നും വേണ്ട കേട്ടോ. ഇത് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് കുറച്ച് മുറുക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് കൈയിന് പ്രസ് ചെയ്ത് വെച്ചിട്ട് അങ്ങോട്ട് തള്ളി പിടിക്കണം. എങ്ങോട്ടാ, ഈ സൈഡിലേക്ക്. കണ്ടോ, അങ്ങനെ തള്ളി പിടിക്കാൻ നമുക്ക് സ്പേസ് കിട്ടുള്ളൂ. പരന്ന വശം ഇങ്ങോട്ടും വച്ചിട്ട് ഈ നീഡിൽ ഹോൾ ബേസ് ചെയ്ത് നമുക്കതിങ്ങനെ മുകളിലേക്ക് ഇടാം. ഓക്കെ, കണ്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യിപ്പിക്കണം. കണ്ടോ, വീലൊന്ന് അനക്കി നോക്കണേ, താഴെ എവിടെയെങ്കിലും തട്ടുന്നുണ്ടോയെന്നറിയാം. തട്ടുന്നില്ലെങ്കിൽ ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കൈ കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ പിരിച്ചതിന് ശേഷം ഈ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ജസ്റ്റ് പ്രസ് ചെയ്യാം. കണ്ടോ, അപ്പോൾ നന്നായിട്ട് ടൈറ്റായി. ഇങ്ങനെയാണ് നമ്മൾ നീഡിൽ ഫിക്സ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഒന്നുകൂടി കാണിച്ചു തരാം. മുകളിൽ നൂല് നമ്മൾ കോർത്തിട്ട് കണ്ടോ, ഇങ്ങനെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് ഈ ചാലിലൂടെ ഈ ടെൻഷനിലൂടെ ഈ കാല് കണ്ടോ ഇങ്ങനെ എടുക്കാം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാം, ഈ ടേക്കപ്പ് ലിവർ കണ്ടോ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ മൂവ് ചെയ്യിപ്പിച്ചാൽ മതി. അപ്പോൾ ഉണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കത്. അപ്പോൾ ഉയർത്തി പിടിച്ചതിന് ശേഷം അവിടെ നിന്ന് ഇങ്ങോട്ട് ത്രെഡിനെ കോർക്കുക. ഓക്കെ, എന്നിട്ട് ഈ കണ്ട ത്രെഡ് കേടെന്ന് പറയും ഇതിന്. ഓക്കെ, ഈ സൈഡിൽ നിന്ന് അങ്ങോട്ട് കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, നൂല് കോർക്കുന്നത്, സൂചിയിലേക്ക് നൂല് കോർക്കുന്നത്. അപ്പോൾ ഇങ്ങനെ സൂചിനെ പൊക്കി വയ്ക്കണം. ഈ വീല് അനയ്ക്കാൻ മതി കേട്ടോ. അപ്പോൾ അത് നൂല് പൊങ്ങി നിൽക്കും. എന്നിട്ട് ഈ ത്രെഡ് ഒന്ന് ഷാർപ്പാക്കി കൊടുക്കണേ. കണ്ടോ, ഓക്കെ, എങ്കിലാകുമ്പോൾ നീഡിൽ ത്രെഡ് കയറുള്ളൂ. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട്, ഇതിൻ്റെ ഹോള് ഇവിടെ നിന്ന് ഇങ്ങോട്ടാട്ടാ, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓക്കെ, കണ്ടോ, ഇങ്ങനെയാണ് മുകളിലെ നൂല് കോർക്കുന്ന വിധം. ഓക്കെ, ഇത് നമുക്ക് കേസ് താഴെ ഇടുന്നത്, ഇത് അതിൻ്റെ ഉള്ളിൽ ഇടുന്നത്. കണ്ടോ ബോബിൻ ഉണ്ടോ. ഓക്കെ, അപ്പോൾ ഈ ബോബിനിൽ നമ്മൾ ത്രെഡ് ചുറ്റണം. അതെങ്ങനെയാണെന്ന് പഠിച്ചാലോ നമുക്ക്. ഇങ്ങനെ എടുത്തിട്ട് ത്രെഡ് എടുത്തിട്ട് ഇത് ഈ സ്പൂൾ പിന്നിലിടാം. ഓക്കെ, നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ നേരത്തെ ഈ സ്പൂൾ പിന്നിലിടാം, മറക്കല്ലേ. ഈ സ്പൂൾ പിന്നിലിടാം ഇങ്ങോട്ട് ഇത്ര ഡിസ്റ്റൻസ് ആണ് കേട്ടോ. നമുക്ക് ത്രെഡ് ചുറ്റാനായിട്ട് നമ്മൾ ഈ സ്പൂൾ പിന്നിലേക്ക് ഇട്ടേക്കാം. അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ ത്രെഡ് ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങളൊക്കെ ത്രെഡ് ഇടുമ്പോൾ ഉണ്ടോ ഇങ്ങോട്ട് വരരുത്. കണ്ടോ, നമ്മുടെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ത്രെഡ് നിൽക്കരുത് ഒരു കാരണവശാലും. നമ്മളിത് ഇങ്ങനെ ഇടുമ്പോൾ ഈ ത്രെഡ് എവിടെ വരണം, നമ്മുടെ ബാക്കിൽ വരണം. കേട്ടോ, അപ്പോൾ ആ ക്ലിയർ ആയിട്ട് വരുള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കണേ. ഇനി ഈ സ്പൂൾ പിന്നിലേക്ക് ഇടാം. ഈ ബോബിലിന് പുതിയ ബോബിനെ ഇത് കുറച്ച് ചുറ്റിയിട്ടുണ്ട് കേട്ടോ, കുഴപ്പമില്ല. നമ്മളൊന്ന് ആ തുമ്പിനെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് പിടിക്കാം. എന്നിട്ട് ജസ്റ്റ് എന്ത് ചെയ്യാം, 2-3 ചുറ്റുന്ന ഇതിന് ഇത്തിരി നൂല് ഇങ്ങനെ ലൂസ് ചെയ്തിട്ടതിന് ശേഷം 3-4 ചുറ്റ് നമ്മളിങ്ങനെ ചുറ്റി ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഈ പോയിന്റ് നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുക. ഈ പോയിന്റ് നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യാം, ഒരു 3-4 ചുറ്റി ടൈറ്റ് ആക്കണം. ഓക്കെ,
അതിനുശേഷം നൂല് ചുറ്റുന്നത് ഇവിടെ ആട്ടോ, ബോബിൻ ബൈൻഡർ എന്ന് പറയും. ഇതുണ്ടോ ബോബിൻ ബൈൻഡർ. അപ്പോൾ ഇത് ഈ നൂല് ചുറ്റുമ്പോൾ നമുക്ക് ഉണ്ടാവും ഇരിക്കുന്നുണ്ടോ, ഇങ്ങനെ തിരിച്ച് വരരുത് കണ്ടോ. ഇവിടെ വരുമ്പോൾ ത്രെഡ് ബാക്കിലാവരുത്, ഈ ബോബിൻ്റെ ബാക്കിലാവരുത്. ബാക്കിലായി കഴിഞ്ഞാൽ റിട്ടേൺ പോകും കണ്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ത്രെഡ് ഫ്രണ്ടിലായിരിക്കണം. നമ്മളിവിടെ നൂല് ചുറ്റുമ്പോൾ ഓക്കെ ഇതിനകത്തേക്ക് ഇട്ട് ടൈറ്റ് ചെയ്യണം, കയറ്റിയിട്ടിട്ട്. അപ്പോൾ ഈ ത്രെഡ് കണ്ട ഫ്രണ്ടിലേക്കാണ്. അതിനുശേഷം എന്ത് ചെയ്യുക, ഇത് ഈ സ്ക്രൂ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മുടെ ഈ ബൈൻഡർ നമുക്ക് എവിടെയാ നമ്മുടെ വീലയിൽ തട്ടണം. തട്ടിയാലാണ് നമുക്ക് ഇത് കറങ്ങി വരുള്ളൂ കേട്ടോ. കറക്കി വിട്ടതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം കണ്ടോ, ഇതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതിൽ വച്ചിട്ട് കറക്കി വിട്ടതിന് ശേഷം ഇതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ കണ്ടോ, ഇതിൽ വച്ചു. കൈ ഇത് ജസ്റ്റ് നമ്മളിതിങ്ങനെ പിടിച്ചു. കൈ ഇതിൻ്റെ നേരെ ഇങ്ങനെ പിടിക്കണം കേട്ടോ, മുറുക്കി പിടിക്കേണ്ട, ജസ്റ്റ് ഒന്ന് കൈ സപ്പോർട്ട്, നമുക്ക് കൈ സപ്പോർട്ട് മാത്രമേ. എന്നിട്ട് എന്ത് ചെയ്യാം, ഇവിടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കണ്ടോ. ഈ മെത്തേഡ് മനസ്സിലാക്കിക്കോട്ടോ. ഞാൻ ഈ വയ്ക്കുന്ന പോലെ തന്നെ ത്രെഡ് ചുറ്റുക കണ്ടോ. ഇതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നന്നായിട്ട് ഒരേ ലെവലിൽ ഇങ്ങനെ ആയിരിക്കണം ചലിക്കുന്നത്. ഇങ്ങനെ കണ്ടോ, വീവിങ് ഇങ്ങനെ ആയിരിക്കണം. ഒരു ഭാഗത്ത് തന്നെയായിട്ട് കട്ടക്കുത്തി വരരുത് കേട്ടോ. ഓക്കെ, ഇങ്ങനെ കട്ടക്കുത്തി വന്നു എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നമ്മൾ എന്ത് ചെയ്യണം, റിമൂവ് ചെയ്യണം. എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നത് നോക്കിക്കേ. ഈ ബോബിൻ ഈ സ്പൂൾ പിന്നിലേക്ക് വയ്ക്കുക. എന്നിട്ട് നമ്മൾ ത്രെഡ് എന്ത് ചെയ്യാം, ഇത് എത്രയാണോ ഫില്ല് ലൂസായി ചുറ്റി ഇത് നേരെ, ഇതിപ്പോൾ എല്ലാം ക്ലിയർ ആട്ടോ. നേരെ വന്നില്ല എങ്കിൽ നമ്മുടെ സ്റ്റിച്ച് ക്ലിയർ ആവില്ല. പൊന്തി വന്ന് നിൽക്കുവാണെങ്കിൽ ഇങ്ങനെ പിടിക്കുമ്പോൾ പൊന്തിയാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഇങ്ങോട്ട് റിട്ടേൺ എടുക്കാം. ഈ ത്രെഡ് നമ്മൾ ഫ്ലവർ മേക്കിങ് ചെയ്യുമ്പോൾ നമ്മളെങ്ങനെ പിടിക്കുന്നത്, ഇങ്ങനെ പിടിച്ചിട്ട് ഈ ത്രെഡിനെ പിടിക്കുക. ജസ്റ്റ് ഉണ്ടോ ഇത് റോൾ ചെയ്യുക. ഈ ത്രെഡ് പിടിച്ചിട്ട് നമ്മളിങ്ങനെ റോൾ ചെയ്ത് നമുക്ക് എത്രയോ ഭാഗം നമ്മുടെ ക്ലിയർ ആകാത്തത്, ഇവിടെ ആകെ ബബിൾസ് ഒന്ന് നിൽക്കുന്ന പോലെ നിൽക്കുക എങ്കിൽ നമുക്ക് അത് എത്രയാണോ ക്ലിയർ നേരെ വരാതെ പോയി കിടക്കുന്നത് നമുക്ക് ഇതിലേക്ക് റിട്ടേൺ ഇങ്ങനെ ചുറ്റിയെടുക്കാം കേട്ടോ. ഓക്കെ, ഇതിനകത്ത് എല്ലാം ക്ലിയർ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം ഇങ്ങോട്ട്. അപ്പോൾ നൂല് ചുറ്റുന്നത് ഈ ത്രെഡ് എവിടെ നിൽക്കണം, ഇതിൻ്റെ ബാക്കിൽ നിൽക്കരുത്. നമ്മൾ ഇവിടെ ത്രെഡ് വയ്ക്കുമ്പോൾ നമ്മൾ ബാക്കിൽ നിൽക്കണം എന്ന് പറഞ്ഞില്ലേ, അങ്ങനെ പറഞ്ഞില്ലേ. അങ്ങനെ ഇതിനകത്ത് ഇതിൻ്റെ ബാക്കിൽ നിന്നാൽ റിട്ടേൺ ഇങ്ങോട്ട് പോകും. അപ്പോൾ ഈ ത്രെഡ് എന്ത് ചെയ്യണം, നമ്മുടെ ഫ്രണ്ടിലേക്ക് നിൽക്കണം. ഈ ത്രെഡ് നമ്മുടെ ഫ്രണ്ടിലേക്ക് നിൽക്കണം. എന്നിട്ട് ഇതിലേക്ക് വയ്ക്കുക, ജസ്റ്റ് കയറ്റി വയ്ക്കുക. എന്നിട്ട് ഈ ബട്ടണൊന്ന് ഈ വീലിങ്ങനെ നനക്കി കൊടുക്കണം. നിങ്ങൾ ആദ്യം മെഷീൻ അറിയില്ല, സ്റ്റിച്ച് ചെയ്യാൻ അറിയില്ലാത്ത നോക്കാത്തവരെ നമ്മളൊന്ന് ഇങ്ങനെ മെഷീൻ ചവിട്ടി ശരിക്കും പഠിക്കണം. പഠിച്ചതിന് ശേഷം മാത്രമേ അത് തുടങ്ങാവുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ മൊത്തം നൂല് കെട്ടുവിടും. ഇവിടെ പ്രസ് ചെയ്യുക, കൈ ഇങ്ങനെ വയ്ക്കുക, ഈ നൂല് ഇവിടെ പിടിക്കുക, ഈ കൈ ഇവിടെ വയ്ക്കുക, ഈ വിരൽ തിരിക്കണം കേട്ടോ. സപ്പോർട്ട് ചെയ്ത് കറക്റ്റായിട്ട് വന്നോളൂ കേട്ടോ. ഓക്കെ, ഇപ്പം ഈ പഴയ മെഷീനൊക്കെ ആകുമ്പോൾ നമുക്ക് ഈ ബോബിൻ വൈൻഡർ ഓക്കെ ആവില്ല കേട്ടോ. നമുക്ക് ഈ റബ്ബർ മാറ്റിയിടുകയൊക്കെ ചെയ്യാം കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തട്ടിയിട്ടാട്ട് ഇതുപോലെ തന്നെ പറഞ്ഞാൽ കയറ്റിയിട്ടാൽ മതി. ഇത് പോയി കിടക്കുവാണ്, ഇത് ഓക്കെ ആകുന്നില്ലേ, നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് തയ്ച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് പോകും കേട്ടോ ബോബിൻ വൈൻഡർ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു റീഫില്ലർ എടുക്കാം. റീഫില്ലർ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി കേട്ടോ. എന്നിട്ട് മുകളിൽ ത്രെഡ് തിരിഞ്ഞ് പാതി പറഞ്ഞ പോലെ ഇങ്ങനെ എടുക്കണം കേട്ടോ. എന്നിട്ട് ഇതിങ്ങനെ ചവിട്ടി വിടുക, സ്പൂൾ പിന്നിൽ ത്രെഡ് വയ്ക്കുക. ജസ്റ്റ് ഒന്നിങ്ങനെ നമ്മുടെ സൈഡിലേക്ക്, ഒരു കാരണവശാലും ബാക്കിലേക്ക് വീല് കറങ്ങരുത് കേട്ടോ. എന്നിട്ട് ജസ്റ്റ് കൈ ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഈ വീലിലേക്ക് ഇങ്ങനെ കൊടുക്കുക കണ്ടോ. അപ്പോൾ രണ്ട് രീതിയിലും നമുക്ക് ത്രെഡ് ചുറ്റാം കേട്ടോ. ബോബിൻ വൈൻഡറിലും അല്ലാതെ നമുക്ക് റീഫില്ലർ അല്ലെങ്കിൽ സ്ക്രൂ ഡ്രൈവർ എന്തെങ്കിലും നമ്മളിങ്ങനെ വച്ചതിന് ശേഷം ലൂസ് ആകാതിരിക്കുക. ലൂസായി കഴിഞ്ഞാൽ നമ്മൾ റിട്ടേൺ ഇതിലേക്ക് ചുറ്റാം കേട്ടോ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ കേസിൽ എങ്ങനെ ബോബിൻ ഫിറ്റ് ചെയ്യാൻ നോക്കിയാലോ. ഈ മുകളിലെ നൂല് ചുറ്റുന്നത് ഞാൻ കാണിച്ചെന്നില്ലേ എന്ന് പറയുന്ന പോലെ നമുക്ക് അടിയിൽ നൂലിടണം. മുകളിലും താഴെയും ത്രെഡ് മുകളിലേക്ക് വന്നാലാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ കേസിലേക്ക് ആൾ കാണണമെന്നായ ഇവിടെ ഹോളുണ്ട് കേട്ടോ, ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി കൈ മുറുക്കി പിടിക്കണ്ട, ജസ്റ്റ് സപ്പോർട്ട് ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് ഇവിടെ ഈ കേസിന് ഇവിടെ വലിയ ഹോളുണ്ട്, ഈ കാണുന്നുണ്ടോ, ഒരു ചെറിയ സ്പേസ് കാണുന്നുണ്ടോ, ആ സ്പേസിലേക്ക് ഇങ്ങനെ കയറ്റി വയ്ക്കണം. എന്നിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക, ഇങ്ങോട്ടൊന്ന് വലിച്ചാൽ മതി കണ്ടോ, നമ്മുടെ ഈ വെട്ടിലേക്ക് ചാടിക്കോളും. ഓക്കെ കണ്ടോ, ചാടി കറക്റ്റായി വന്നാൽ നമുക്കിത് ഇങ്ങനെ ഉണ്ടോ ലൂസായി ഇങ്ങനെ പോന്നോളൂ. ഓക്കെ,
എന്നിട്ട് ഈ ത്രെഡിനെ ഇങ്ങനെ വച്ചതിന് ശേഷം ഇങ്ങനെ മുറുകെ പിടിക്കണം കേട്ടോ. ഓക്കെ, ഇങ്ങനെ വിരൽ സപ്പോർട്ട് ചെയ്ത് പിടിച്ചതിന് ശേഷം താഴെ നിന്ന് കാണണ്ട, താഴെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഈ മുകളിലെ പ്ലേറ്റിനൊന്ന്, മുകളിലെ പ്ലേറ്റ് ഇല്ലേ, ഫേസ് പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ അതിനൊന്ന് നമ്മൾ തള്ളി മാറ്റി വയ്ക്കുക. എന്നിട്ട് താഴെ നിന്ന് ഇതിങ്ങനെ ഇങ്ങനെ വയ്ക്കണം, താഴെ നിന്ന് വയ്ക്കണം കേട്ടോ. മുകളിൽ നിന്ന് ഇങ്ങനെ കൊടുക്കല്ലേ പിള്ളേർ, ഇത് ഇങ്ങനെ ഇങ്ങനെ കൊടുക്കല്ലേ ഒരിക്കലും, താഴെ നിന്ന്. അപ്പോൾ ഈ സൂചിനെ മുകളിലേക്ക് ഇങ്ങനെ, സൂചി ഇങ്ങനെ നിൽക്കുമ്പോൾ കൊടുക്കരുത് കേട്ടോ. സൂചിനെ പൊക്കി വയ്ക്കുക. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കാണുന്നൊരു വെട്ട് കാണുന്നുണ്ടോ, കൈ ഇങ്ങനെ തടഞ്ഞു നോക്കണം കേട്ടോ. അവിടെ ഒരു വെട്ടുണ്ട്. ആ സമയത്ത് ഇങ്ങോട്ട് നോക്കിക്കേ, ഇപ്പോൾ ആ സ്പേസ് ഉണ്ടോ നോക്കിക്കേ, ഇല്ല. ആ സമയത്ത് ഒരു കാരണവശാലും കേസ് വച്ചു കൊടുക്കരുത്. ഇങ്ങനെ വേണ്ട, വീലനക്കിയതിന് ശേഷം ഈ പോയിന്റിൽ വെട്ട് കാണുന്നുണ്ടോ, ആ സമയത്താണ് നമ്മൾ ഈ കാല അതിലേക്ക് വച്ച് കൊടുക്കാവുള്ളൂ. അത് കണ്ടോ, അതിലേക്ക് നമ്മുടെ ഈ കാണുന്ന ഹോള് ഇതിലേക്ക് വച്ച് കൊടുക്കുക. അതിന് ശേഷം നോക്കിക്കേ, ഈ പ്രസ് കണ്ടോ, അതിൻ്റെ ഉള്ളിൽ നമ്മൾ ജസ്റ്റ് ഒന്നങ്ങ് തള്ളി കൊടുത്താൽ മതി കേട്ടോ. കണ്ടോ, ഇത് നമ്മൾ പ്രസ് ചെയ്ത് വെച്ചു. ഇനി നമ്മൾ ഇത് ഇങ്ങോട്ട് റിമൂവ് ചെയ്യണം എങ്ങനെയാണെന്ന് അറിയാം. ഇവിടെ ഒരു പോള കാണുന്നുണ്ടോ, ഉണ്ടാവും. നമ്മൾ ജസ്റ്റ് അത് ഇങ്ങനെ സപ്പോർട്ട് ഉണ്ടാവും. ഓക്കെ, അതിൽ പിടിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ എടുത്താൽ മതി കേട്ടോ. എപ്പോഴും സൂചി പൊക്കി വയ്ക്കണം കേട്ടോ. അത് നമ്മൾ എടുക്കുമ്പോൾ ഇവിടെ എന്ത് ചെയ്താൽ നമ്മൾ സൂചിനെ പൊക്കി വയ്ക്കണം. ഇവിടെ ത്രെഡ് പുറത്തേക്ക് വേണമെങ്കിൽ നമ്മൾ റിമൂവ് ചെയ്യണം. എന്നിട്ട് വേണം താഴെ നമ്മൾ എന്തെങ്കിലും ചെയ്യാനായിട്ട്. കണ്ടോ, ഈ കേസ് ഇങ്ങനെ വയ്ക്കാം. ഇത് ഈ വെട്ട് കറക്റ്റാണെന്ന് നോക്കുക. ഈ ഹോളിലേക്ക് കയറ്റി നമ്മുടെ കൈ വിരലിങ്ങനെ സപ്പോർട്ട് ചെയ്യണം. അല്ലെങ്കിൽ ബോബിൻ താഴെ ചാടും കേട്ടോ. അങ്ങനെ വച്ചതിന് ശേഷം കണ്ട, ലോക്ക് വന്നാൽ അങ്ങനെ സൗണ്ട് കേൾക്കും. ലോക്കായാൽ ഇപ്പം ഈ പോളെ പിടിച്ചാണ് നമ്മൾ എടുക്കുന്നത്. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്താൽ മതി. ആ വെട്ടിലായിരിക്കണം പ്രസ് ചെയ്യുമ്പോൾ. ഓക്കെ, എന്നിട്ട് ഫേസ് പ്ലേറ്റ് അടയ്ക്കുക. അപ്പോൾ താഴെ ഭാഗം ക്ലിയറായി. ഓക്കെ, ഇപ്പം താഴെ നമ്മൾ കേസും ബോബിനും അറ്റാച്ച് ചെയ്തു. ഇനി നമ്മൾ മുകളിൽ ത്രെഡ് കോർത്തു. അതിന് ശേഷം എന്ത് ചെയ്യുക, നീഡിലേക്ക് ഞാൻ കാണിച്ചെന്നില്ല അതുപോലെ നീഡിലേക്ക് ഇത് അടച്ചതിന് ശേഷം ഇവിടുന്ന് അങ്ങോട്ട് പറഞ്ഞായിരുന്നല്ലോ, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക്. ഇവിടെ ഹോള് സൈഡിൽ നിന്നാട്ടോ വരുന്നത്. അപ്പോൾ സൈഡിലേക്ക് നമ്മളിങ്ങനെ കോർത്തെടുക്കുക. ഇതുണ്ട്, അതിൻ്റെ ഷാർപ്പായിട്ട് നിന്നാലാണ് ഇതുണ്ടോ ഡ്രിമ്മർ, കട്ടർ എന്നൊക്കെ പറയും കേട്ടോ. കട്ട് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ നൂല് മാത്രമേ ഇപ്പം മുകളിലുള്ളൂ. നമുക്ക് താഴെ നൂല് കയറി വന്നാലേ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം എന്ത് ചെയ്യാം, നമുക്ക് ഈ ത്രെഡ് നമ്മളിങ്ങനെ പിടിച്ചതിന് ശേഷം ഒന്ന് ലൂസ് ചെയ്ത് കൊടുക്കുക. ഉണ്ടോ, ഒന്ന് ലൂസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, കയ്യിൽ ഇത് ത്രെഡ് പിടിച്ചേക്കണം കേട്ടോ. എന്നിട്ട് ഈ വീല് ജസ്റ്റ് ഒന്ന് കറക്കി വിടുക. കണ്ടോ, അടിയിൽ നൂല് കയറി വന്നില്ലെന്ന് നോക്കിക്കേ. ഓക്കെ, അപ്പം മുകളിലെ നൂലും വന്നു, താഴെ നൂലും വന്നു. താഴെ നൂല് വന്നത് മനസ്സിലായില്ലേ? നമ്മൾ ജസ്റ്റ് ഇട്ട് അടച്ച് റെഡിയാക്കി വെച്ചു. മുകളിലെ നൂല് കോർത്തിട്ട് നമ്മൾ ജസ്റ്റ് ലൂസ് ചെയ്ത് വെച്ചിട്ട് ഒന്നിങ്ങനെ കറക്കുക. 2 പ്രാവശ്യം കറക്കാതെ ഒരു പ്രാവശ്യം ഇങ്ങനെ കറക്കിയ ഈ നീഡിലിട്ട് എണ്ണ കറക്റ്റാണെങ്കിൽ ഓക്കെ ആയിട്ട് നമ്മൾ അടിയിലെ നൂല് കയറി വരും കേട്ടോ. ഓക്കെ, ഇപ്പം താഴെ നൂല് വന്ന് മുകളിലെ നൂലും വന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് എന്ത് ചെയ്യാം, കൈ ഇങ്ങനെ ജസ്റ്റ് സപ്പോർട്ട് ചെയ്തിട്ട് ബാക്കിലേക്ക് കണ്ട 2 ത്രെഡും ബാക്കിലേക്ക് കിടക്കണം. ഓക്കെ,